നമസ്കാരം. പ്രീമിയർ ലീഗിന്റെ 25ാമത്തെ മാച്ച് വീക്കിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫേസ് ഓഫ് ആയിരുന്നു ലിവർപൂൾ വേഴ്സസ് സിറ്റി എന്നുള്ളത്. ആ ഒരു മത്സരം നമുക്കറിയാം സിറ്റിക്കും ലിവർപൂളിനും നിർണായകമാണ്. അതിലുപരി അത് ആർസണലിന് കൂടി നിർണായകമായ ഒരു മത്സരമായിരുന്നു. അവർക്ക് സിറ്റിയുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഉയർത്താൻ വേണ്ടിയിട്ട് ആ മത്സരം സിറ്റി തോൽക്കുക എന്നുള്ളതായിരുന്നു ആർസണലിന് മുന്നിലെ ലക്ഷ്യം. ലിവർപൂളിന് ടോപ്പ് 4ലേക്ക് കയറാനും ആ ഒരു മത്സരത്തിൽ വിജയം അനിവാര്യമായിരുന്നു. എന്നിരുന്നാലും ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം സിറ്റി ആൻഫീൽഡിൽ ഒരു കംബാക്ക് വിജയത്തോടു കൂടി മത്സരം സീൽ ചെയ്തു. ആ ഒരു മത്സരവും അതുപോലെ തന്നെ സിറ്റിയുടെ ഇനിയും മുന്നോട്ടേക്കുള്ള യാത്രയെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് സിയാദാണ്. സിയാദ് ഒരു സിറ്റി ഫാനാണ്. അതെ. അതിലുപരി ഒരു അഡ്വർടൈസിംഗ് മേഖലയിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ സിയാദ് ഒരു സിറ്റി ഫാൻ എന്ന നിലയ്ക്ക് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഏതൊരു സിറ്റി ഫാനും ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് വിക്ടറി എന്ന് പറയുന്ന ഒരു സാധനമാണ് ആൻഫീൽഡിൽ ലഭിച്ചിട്ട്. കാരണം ആൻഫീൽഡ് നമുക്കറിയാം എവേ അതെ. ടീമുകൾക്ക് എന്നും ഒരു ഹെല്ലാണ്. ഒരിക്കലും അവിടെ പോയി വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ടീമിനും എളുപ്പമുള്ള കാര്യമല്ല. ആ ഒരു അറ്റ്മോസ്ഫിയറിലും ആ ഒരു ആംബിയൻസിലും ഒരു ഗോളിൽ പിന്നിൽ നിന്ന ശേഷം അവസാനത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് നടത്തിയ ഒരു കംബാക്കാണ് സിറ്റി ഈ ഒരു വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു മത്സരം ഒരു ഫാൻ എന്ന നിലയ്ക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു? പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സീസണിലല്ല, ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി നമ്മളിപ്പോൾ ആൻഫീൽഡിലെ മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊരു ടീമിനും ആൻഫീൽഡിൽ ഒരു മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ സിറ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ മുമ്പ് നമ്മളവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിലും അതൊരു കൊറോണ ടൈമിൽ, അതായത് നമുക്ക് ആൻഫീൽഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. അവിടെ അവരുടെ ഫാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ആ ഒരു സമ്മർദ്ദത്തെ മറികടന്നിട്ട് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ഒരു ചലഞ്ച് ഇന്നലെ സിറ്റി ആ ഒരു രീതിയിൽ മറികടന്നു എന്നുള്ളതാണ്. അതും ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് പെർഫോമൻസസ് വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി വളരെയധികം പിന്നിലാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ മുമ്പെയുള്ള വർഷങ്ങളിൽ, ഇപ്പോൾ ടൈറ്റിൽ അടിച്ച വർഷങ്ങളിലാണെങ്കിലും ഏതൊരു സിറ്റി ഫാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇനി 2-0 ഡൗണോ അല്ലെങ്കിൽ 3-0 ഡൗൺ ആണെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ അത്രയും നല്ലൊരു കംബാക്ക് നടത്താറുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് QPR മാച്ച് അറിയാം, ആസ്റ്റൺ വില്ലയ്ക്കെതിരെ നേടിയ നാടകീയ വിജയത്തെക്കുറിച്ച് അറിയാം. അതൊക്കെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഇനി എത്ര ഡൗൺ ആണെങ്കിൽ പോലും ആ ഒരു മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തിട്ട് പെപ്പിൻ്റെ അണ്ടറിൽ നമ്മൾ ജയിക്കാറുണ്ട്. പക്ഷേ ഈ സീസൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ, ഇപ്പോൾ കഴിഞ്ഞ സ്പേഴ്സ് ആയിട്ടുള്ള മാച്ചസ് ആണെങ്കിലും അതിന് മുമ്പത്തെ മാച്ചസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ വളരെ ലോ ആയിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആൻഫീൽഡിലേക്ക് വന്നപ്പോൾ ആ ഒരു സെക്കൻഡ് ഹാഫിൽ, ഇപ്പോൾ 75th മിനിറ്റിൽ നമുക്കറിയാം സൊബോസ്ലായി ആ ഒരു വണ്ടർ സ്ട്രൈക്ക്, അതേപോലുള്ള ഒരു സ്ട്രൈക്ക് വന്നതിന് ശേഷം ഒരു കംബാക്ക് നടത്തുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ആൻഫീൽഡിൽ ലിവർപൂളിനെ പോലുള്ള ഒരു ടീമിൽ ഒരു 75th മിനിറ്റിൽ ഇതേപോലെ ഒരു വണ്ടർ സ്ട്രൈക്ക് അടിച്ചതിന് ശേഷം ഇപ്പോൾ ഓപ്പോസിഷൻ ടീമിനാണെങ്കിൽ പോലും ആ ഒരു മെൻ്റലി ഡൗൺ ആയി പോകും. കാരണം ദിസ് ഈസ് അവർ ഗെയിം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രൈക്കാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഗോളിനെ മറികടന്നിട്ട് പ്രത്യേകിച്ച് ആൻഫീൽഡിൽ പിന്നീടൊരു 2 ഗോൾ അടിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത്, ഇപ്പോൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ക്യാവസ് വെച്ച് നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഗാർഡിയോളയുടെ ഫ്യൂച്ചർ ആണെങ്കിലും സിറ്റിയുടെ ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും ടൈറ്റിൽ റേസിൽ നിന്നും ഔട്ടായി എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ആർസണൽ ഫാൻസ് ആണെങ്കിലും ഇപ്പോൾ ഗ്ലോബൽ ഫുട്ബോൾ ഫാൻസ് ആണെങ്കിലും ആ ഒരു പ്രതീക്ഷ കൈവിട്ട സമയത്താണ് ഇതേപോലൊരു വിക്ടറി. അതും അത്രയും നല്ല രീതിയിൽ ഇനി മെൻ്റലി അത്രയും നല്ലൊരു ബൂസ്റ്റാണ് വരുന്നത്. ഇനിയിപ്പോൾ ഉള്ള ടീമിനാണെങ്കിൽ പോലും അതേപോലെ നമ്മുടെ കീ പ്ലേയേഴ്സിൻ്റെ ഇപ്പോൾ പുതിയ ജാനുവരി സൈനിങ്സ് ആണെങ്കിൽ പോലും, പ്രത്യേകിച്ച് മാർഗേഹിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പുള്ളി ഈ സീസണിൽ ഓൾമോസ്റ്റ് ഒരു 3 ടൈംസ് തന്നെ ലിവർപൂളിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ലിവർപൂളിൻ്റെ ഒരു ട്രാൻസ്ഫർ, മാർഗേഹി ലിവർപൂളിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു സമയത്ത് പുള്ളി, അതെ അതെ, പുള്ളി ലിവർപൂളിനെ പിന്നെ വേണ്ട എന്ന് വെച്ചിട്ട് സിറ്റിയിലേക്ക് വന്നു എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും, അപ്പോൾ ആൻഫീൽഡിൽ ഫാൻസ് അത്രയും നല്ല രീതിയിൽ പുള്ളിയെ ബൂ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ പുള്ളിയുടെ കാലിൽ ബോൾ കിട്ടുന്ന സമയത്തൊക്കെ ആൻഫീൽഡിൽ ക്രൗഡ് അത്രയും നല്ല രീതിയിൽ ബൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിയുടെ ആ ഒരു മെൻറ്റാലിറ്റി, അതേപോലെ ഇതേപോലെ ബിഗ് സ്റ്റേജസിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളതും പുള്ളി കാണിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ ജാനുവരി സൈനിങ്സ് ആണെങ്കിലും ഇപ്പോൾ പെപ്പിൻ്റെ പഴയ പൊസിഷൻ ഫുട്ബോളിൽ നിന്നും പുള്ളി ഇപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് പോകുന്നത്. ഇപ്പോൾ മോർ ഡയറക്റ്റായിട്ട്, കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് ത്രൂ ബോൾസ് കാര്യങ്ങളൊക്കെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട്, അതേപോലെ ബോൾ പൊസിഷൻ പഴയ പോലെ അത്ര കീപ്പ് ചെയ്യാതെ കുറച്ചുകൂടെ ഡയറക്റ്റായിട്ട് പോകാനുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സെമന്റോൻ്റെ സൈനിങ്സും ആ രീതിയിലാണ്, മോർ ഒരു ഡയറക്റ്റ് അറ്റാക്കിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലാണെങ്കിലും ഈ ഒരു വിജയം, അതായത് ആൻഫീൽഡിൽ നേടിയ ഈ ഒരു വിജയം മെൻ്റലി ആണെങ്കിലും ഇനിയിപ്പോൾ പ്ലേയേഴ്സിനാണെങ്കിൽ പോലും, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആക്റ്റീവായിട്ടുള്ള എല്ലാ ടൂർണമെൻറ്റ്സിലും ഉണ്ട്.
അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്ന ജാനുവരി സൈനിങ്സ് ജെല്ലാവുന്നു. അതേപോലെ ആൻഫീൽഡിൽ ഇങ്ങനെ ഒരു വിജയം വരുന്നു. പെപ്പിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് വരുന്നു. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള ടൈറ്റിൽ ഡിസൈഡിങ് മാച്ചസിലൊക്കെ എല്ലാ സീസണിലും സിറ്റി ഒരു വിന്നിംഗ് സ്ട്രീക്ക് ഉണ്ടാവാറുണ്ട് സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസണിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആ ഒരു വിന്നിംഗ് സ്ട്രീക്കിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ ഒരു വിൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം പെപ്പിന്റെ ഒരു ഭാവി ഭയങ്കര ഒരു ചോദ്യചിഹ്നമാണ്. അതായത് പെപ്പ് ഈ ഒരു സീസണോട് കൂടി സിറ്റി വിടും എന്നുള്ളതാണ് ഈ ഒരു സീസൺ തുടക്കത്തിൽ വന്ന അതെ, വാർത്തകൾ. അതെ, അതെ. പെപ്പ് തന്നെ പലപ്പോഴും അതിന്റെ സൂചനകൾ അതെ, അതെ. നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസ്ഫർ വിൻഡോയിലും പല കോച്ചുമാരും പല ടീമിൽ നിന്ന് പുറത്താവുമ്പോൾ ആളെ സിറ്റിയുമായി കൂട്ടി വെക്കുക എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതെ, അതെ, സ്ഥിരമായിട്ട് അതെ. നടക്കുന്ന. ഇപ്പം എൻസോ മരസ്ക ഒരു ഓപ്ഷനാണ്. അതെ, അതെ. അതുപോലെ സാബി അലോൺസോ ഇപ്പൊ ഒരു കോച്ചിങ് സ്റ്റേജിലല്ല. അപ്പൊ ആള് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സിറ്റിയുമായി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പെപ്പ് ഈ സീസൺ ഒരു കിരീടത്തിൽ അവസാനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിരീടത്തിൽ ഒരു ഏതെങ്കിലും ഒരു ട്രോഫി വിൻ ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ സിറ്റിയെ വിട്ടു പോകുമോ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പെപ്പിന്റെ ഒരു തീരുമാനം? അല്ലെങ്കിൽ എന്തായിരിക്കും അതിനൊരു സാധ്യതകൾ? അതായത് അതിൽ നമ്മൾ പെപ്പ് കോൺട്രാക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സീസണും കൂടെ നമുക്കെന്തായാലും 2027 വരെ പുള്ളിയുടെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഇപ്പോൾ പല മാധ്യമങ്ങളും പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞത് ആദ്യം കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്യട്ടെ. അതുവരെ എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ഇപ്പോൾ ഒരു കോച്ചും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ഇനിയിപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു സംഭവം ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടീമിൻ്റെ ആ ഒരു മൊറാലിറ്റിയെ, മെൻറ്റാലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഒരു പെപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സിറ്റിയുടെ അതിനുശേഷമുള്ള ഡൊമിനൻസ്. പഴയ കാലത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് ഓയിൽ മണി, അറബ് മണി എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ വിന്ന് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ മാൻചീനി ആണെങ്കിലും പെല്ലഗ്രീനിയുടെ ടൈമിലാണെങ്കിൽ പോലും സിറ്റി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഉയർത്തിയത് പെപ്പിൻ്റെ കടന്നുവരവോട് കൂടിയാണ്. കാരണം പെപ്പ് വന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ EPLൽ അതും ഫിസിക്കലി ഇത്രയും ഡിമാൻഡ് ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലീഗിൽ ഒരു ചെക്ക് ബുക്ക് മാനേജർ എന്ന് പറയുന്ന പെപ്പ് ഗാർഡിയോളക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് മീഡിയാസ് കംപ്ലീറ്റ് എല്ലാ പണ്ഡിറ്റ്സും പ്രവചിച്ചത് ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ പെപ്പ് വന്ന സമയത്ത് പെപ്പിന് കിട്ടിയത് അതായത് കുറച്ച് വെറ്ററൻസ്, അതായത് സബലേറ്റ, ഡെമിക്കേലിസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനാണ് പുള്ളിക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് സീസണിൽ തേർഡാണ് ഫിനിഷ് ചെയ്തെങ്കിൽ പോലും പുള്ളിക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. അതിനുശേഷം പെപ്പ് നടത്തിയ ഈ കിരീടത്തിൽ അതിനുശേഷം നേടിയ ട്രോഫീസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും പെപ്പ് എത്ര രീതിയിലാണ് പ്രീമിയർ ലീഗിനെ തന്നെ മാറ്റിമറിച്ചതെന്ന്. ഇതിനു മുമ്പ് നമ്മളിപ്പോൾ സാർ അലക്സ് ഫെർഗൂസൻ്റെ ടൈമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് മാനേജർ ഓഫ് ഓൾ ടൈം എന്ന് പറയപ്പെടുന്ന രീതിയിൽ പെപ്പും കൂടി ആ രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അതായത് ഫെർഗൂസൻ തന്നെ ഇതിനു മുമ്പ് ട്രബിൾ അടിച്ച സമയത്താണെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു ഡൊമസ്റ്റിക് ട്രബിൾ വിൻ ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പുള്ളി ഇൻ്റർനാഷണൽ ട്രബിൾ ഇപ്പോൾ UCL, പ്രീമിയർ ലീഗ്, FA കപ്പ് പോലുള്ള ട്രബിൾ അടിച്ചിട്ടുണ്ടെങ്കിലും പ്രീമിയർ ലീഗിൽ ഇംഗ്ലണ്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള 4 ടൂർണമെൻറ്റിലും ഒരു ട്രോഫി നേടുക എന്ന് പറയുന്നത് ഒരു മാനേജർക്കും ഇമ്പോസിബിൾ ആണ് എന്ന് പ്രവചിച്ച സമയത്താണ് പെപ്പ് വന്നിട്ട് ഇപ്പോൾ ഫോർമിഡബിൾസ് ഡൊമസ്റ്റിക് ട്രബിൾ ആദ്യം വിൻ ചെയ്തു, പിന്നെ ട്രബിൾ അടിച്ചു, 100 പോയിൻറ്റ്സ് വെച്ചിട്ട് പ്രീമിയർ ലീഗിൽ എക്കാലത്തെയും റെക്കോർഡ് 100 പോയിൻറ്റ്സ് അതുവരെ ഒരു മാനേജർക്ക് മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ 100 പോയിൻറ്റ്സ് അടിച്ച് പ്രീമിയർ ലീഗിൽ സിറ്റിയെ തലപ്പത്തെത്തിച്ചു. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തു, ഫോർമിഡബിൾസായി ഒരു സീസണിലുള്ള 4 ട്രോഫീസ് നേടിയെടുത്തു, ഡൊമസ്റ്റിക് ട്രബിൾ ഇതേപോലുള്ള പിന്നെ 4 സീസൺ അടുപ്പിച്ച് ഇതുവരെ ഒരു ടീമും പ്രീമിയർ ലീഗ് വിജയിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള റെക്കോർഡ്സ് പുള്ളി വന്നതിന് ശേഷം പ്രീമിയർ ലീഗിലാണെങ്കിലും പുള്ളിയുടെ കഴിവ് വെറും ഒരു ചെക്ക് ബുക്ക് മാനേജർ അല്ല എന്നുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സിലെ നെറ്റ് സ്പെൻഡ് നോക്കുകയാണെങ്കിൽ പോലും സിറ്റിയേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്ത എല്ലാ ടീമുകളും ഉണ്ട്. ഇപ്പോൾ ബാക്കി എല്ലാ ടീമുകളും വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റിയേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ട്രോഫി ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ പെപ്പ് നേടിയതിൻ്റെ പകുതി പോലും നേടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊരു ചെക്ക് ബുക്ക് മാത്രമല്ല പുള്ളിയുടെ ആ ഒരു ഫിലോസഫി, പുള്ളി ഗെയിമിൽ കൊണ്ടുവന്ന ചേഞ്ചസ്. അപ്പോൾ പ്രീമിയർ ലീഗിലാണെങ്കിൽ പോലും പൊസിഷൻ ഫുട്ബോൾ വെച്ചിട്ട് പ്രീമിയർ ലീഗിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ബാക്കി എല്ലാവരും പറഞ്ഞത്. കാരണം അത്രയും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ലീഗാണ്. പക്ഷേ അവിടെ പുള്ളി വന്നു പുള്ളിയുടേതായ ഗെയിം കളിച്ചു. പല രീതിയിലുള്ള പൊസിഷണൽ ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഫുൾ ബാക്സിനെ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സിനെ സെൻറ്റർ ബാക്ക് ആക്കുന്നു, സെൻറ്റർ ബാക്കിൽ നിന്ന് അതേപോലെ വേഴ്സറ്റൈലായിട്ട് പുള്ളിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പല മിഡ്ഫീൽഡേഴ്സിനെ നമ്മൾ കണ്ടു ഈ സീസണിലാണെങ്കിലും. ഇപ്പോൾ നിക്കോ ഒറേലിയ, മിഡ്ഫീൽഡറായ നിക്കോ ഒറേലിയെ പിടിച്ച് ലെഫ്റ്റ് ബാക്കിൽ കളിപ്പിക്കുന്നു. ഇതിനു മുമ്പ് സിഞ്ചങ്കോയെ അതേപോലെ കളിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സ്റ്റോൺസിനെ നമുക്ക് സെൻറ്റർ ബാക്കിൽ നിന്ന് നമുക്ക് ആ ചാമ്പ്യൻസ് ലീഗൊക്കെ ജയിച്ച ആ ഒരു ക്യാമ്പയിനിൽ സ്റ്റോൺസിനെ ഒരു പിവോട്ട് റോഡിലേക്ക് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പുള്ളി പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു ആളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പെപ്പ് പ്രത്യേകിച്ച് ഈ രീതി നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ
ഇപ്പോൾ ഈ ഒരു രീതിയിൽ പുള്ളി ഇവിടെ ഒരു ക്യാമ്പയിൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു ലെഗസി വെച്ചിട്ട്, കാരണം ഒരു ടീമിനെ പരിശീലിപ്പിച്ച് ഈ ഒരു രീതിയിൽ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഇതായിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഈ ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു സേഫ് ഹാൻഡിൽ ഒരു സേഫ് പൊസിഷനിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ പുള്ളി എന്തായാലും സിറ്റിയിൽ നിന്ന് പോവുള്ളൂ. പിന്നെ ഒരു സിറ്റി ഫാൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി പുള്ളി ഒരു 10 വർഷം നിൽക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം പുള്ളി പോകുന്നതിൽ, കാരണം പുള്ളി ഇത്രയും സമയം ദീർഘസമയം വേറൊരു ടീമിനെയും പരിശീലിപ്പിച്ചില്ല. ഇപ്പോൾ ബാഴ്സലോണ ആണെങ്കിലും ബയേൺ ആണെങ്കിലും. ബയേണിലാണെങ്കിലും ഇത്രയും, കാരണം അത്രയും നല്ലൊരു ബാക്കപ്പ് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് എന്താണോ ആവശ്യം, ഏത് പ്ലേയേഴ്സിനെയാണോ ആവശ്യം, ആ രീതിയിലുള്ള ഒരു ബാക്കപ്പ് സിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പുള്ളി എന്തായാലും കോൺട്രാക്റ്റ് തീരുന്നത് വരെ എന്തായാലും പോകാനുള്ള ചാൻസ് ഇല്ല. ഇൻ കേസ് പുള്ളി പോവുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു സ്കൂൾ അല്ലെങ്കിൽ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ആ സെയിം ഫിലോസഫി ഐഡിയോളജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന മാനേജേഴ്സിനെ തന്നെയായിരിക്കും ചൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളത്.